ഹലോ. ഇന്നേ ഇന്ന് എനിക്ക് ഹോളിഡേ ആണ്. അപ്പോൾ ഇന്ന് സൺഡേ വെറുതെ ഇരുന്നു. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ പിള്ളേർക്ക് എന്തെങ്കിലും ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് പറ്റിക്കണ പരിപാടികളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ബീഫ് കിട്ടി. അപ്പോൾ കൂടുതൽ നമുക്ക് നെയ്യാണ് ഇതിൽ, എന്നാലും നമുക്ക് ആ നെയ്യ് ആവശ്യമാണ് ബിരിയാണി ആയത് കാരണം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കണേണ്. അപ്പോൾ ബീഫ് ബിരിയാണിക്ക് ഞാൻ വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം കൂടുതൽ ഒഴിക്കണ കൊണ്ട് വേറെ ചില ഗുണങ്ങളും കൂടി ഞങ്ങൾക്കുണ്ട്. കാര്യം നമ്മൾ ഈ ബീഫിൻ്റെ സൂപ്പുകളും ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം ഞാൻ ബീഫിലേക്ക് വേറെ അധികം ഒന്നും ഇടില്ല. കുറച്ച് ഉപ്പും ബീഫും മാത്രമായിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെക്കണം. നമുക്ക് മസാലക്കൂട്ടിന് വേണ്ട സാധനങ്ങൾ എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, പുതിന, മല്ലിച്ചീര ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള ഉണ്ട്, അത് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടണം. വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിച്ചീര അതെല്ലാം ഒതുക്കിയത് അതും കൂടി ഇട്ട് വാട്ടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ബിരിയാണി മസാല ഇട്ട് 1 സ്പൂൺ, അതേപോലെ 1 സ്പൂൺ ഗരം മസാല. ഇത് 3 ഇട്ട് നന്നായി വാടിയതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് തക്കാളി ഇട്ട് വഴറ്റി അതിന് ശേഷം കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി വാടിയതിന് ശേഷം ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ എൻ്റെ ബീഫൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബീഫിൻ്റെ വെള്ളം എടുത്തില്ല, പകരം ആ ബീഫിൻ്റെ പീസ് മാത്രം ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് അതിലേക്ക് നമ്മൾ കുറച്ച് സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ സവാളയും കൂടെ ഇട്ട് കൊടുത്ത്. ബിരിയാണി അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട്. ഇനി നമ്മളൊരു ഉരുളി വെച്ച് അതിലേക്ക് നെയ്യ് കുറച്ചൊഴിച്ചുള്ളൂ. കുറച്ച് സവാള ഇട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പട്ടയും കറിയാമ്പൊക്കെ ഇടാൻ മറന്നുപോയി. അപ്പോൾ തന്നെ അവരെയൊക്കെ എടുത്ത് വലിച്ചു നീക്കി നമ്മുടെ പട്ടയും കറിയാമ്പൊക്കെ ഇട്ടു. എന്നിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ തിരിച്ച് അതേ സവാള ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി. അതൊന്ന് വാടിയതിന് ശേഷം നമ്മുടെ ബീഫിൻ്റെ സൂപ്പിൻ്റെ വെള്ളമാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 3.5 കപ്പ് സൂപ്പിൻ്റെ വെള്ളം കിട്ടിയായിരുന്നു. ഞാൻ അതെടുത്ത് പിന്നെ പോരാത്ത വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഇട്ടൊരു കളി നമുക്കില്ല. നമ്മൾ പൈനാപ്പിൾ കുറച്ച് ആ വെള്ളത്തിലേക്ക് ഇട്ട്, അതുകൂടാതെ പുതിന, മല്ലിച്ചീര എല്ലാവരും ഇത് കഴിയുമ്പോഴാണ് ഇട്ട് കൊടുക്കണം. പക്ഷെ നമുക്കിത് വെള്ളത്തിലേക്കാണ് ഇടേണ്ടത്, ആ ഫ്ലേവർ ആ റൈസിലേക്ക് ഇറങ്ങാനായിട്ടാണ്. അപ്പോൾ പുതിന, മല്ലിച്ചീരയും ഇട്ട് കുറച്ച് ഒരു ചെറുനാരങ്ങയുടെ നീരും അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് സെറ്റായി. അപ്പോൾ നമുക്ക് ബീഫിൻ്റെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. ഞാൻ ആ വെന്ത നെയ് പീസ് ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കാര്യം ആ റൈസിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ബീഫിൻ്റെ സൂപ്പ് വെള്ളവും നെയ്യും ഒക്കെ കൂടെ ചേർന്ന് കഴിയുമ്പോഴേക്കും. നമ്മൾ അപ്പുറത്തെ പാനിലേക്ക് കുറച്ച് സവാള വറുത്ത് കോരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ തിള വന്ന് റൈസിൽ, അപ്പോൾ ഈ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് സിമ്മിലാക്കി ഉരുളി മൂടും. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി കളർ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ താഴെ നമ്മൾ ദം ചെയ്ത് അതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വറുത്ത് കോരി നമ്മുടെ സവാളയൊക്കെ ഇട്ട് ഇനി നമുക്കൊന്ന് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപ്പം ബീഫ് ഫ്രൈ ആയിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. കുറച്ച് സാലഡും കൂടെയൊക്കെ എടുത്ത് സൂപ്പർ ബിരിയാണി ആയിരുന്നു. അത് നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നണത് ബിരിയാണി മസാലേനേലും ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ആ റൈസിന്. കാര്യം സൂപ്പിൻ്റെ വെള്ളവും അതേപോലെ ആ നെയ്യുടെ പീസും എല്ലാം കൂടി ഇട്ട് വെച്ച റൈസ് ആയത് കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു. റൈസിന് ഭയങ്കരമായിട്ട് ആ ബീഫിൻ്റെ ടേസ്റ്റ് വന്നായിരുന്നു. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു.
ഏതായാലും ഇന്നത്തെ സൺഡേ ഞങ്ങളൊന്ന് അടിച്ച് പൊളിച്ച് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും ഉണ്ടായിരിക്കും. ഒരുപാട് വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക് യു.